പൊന്നേമാനെ, എന്റെ മോം ഇവരെ കേടുകൊണ്ട് ഏതോ തെറ്റ് ചെയ്തു പോയതാ. ഇനി ഒരിക്കലും അവനൊരു തെറ്റും ചെയ്യില്ല. കൃത്യസ്ഥലത്ത് നിന്ന് ഞാനാണ് ഇവൻ അറസ്റ്റ് ചെയ്തത്. രാജു ചെയ്ത കുറ്റം ബലാത്കാരം, മാനഭംഗം, ഭവനഭേദനം, കൊള്ള, ബദോദ്യമം തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾ. രാജു ഈ കുറ്റങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത് വരെ സാറ് മിണ്ടാതെ നോക്കി നിന്നോ? അപ്പോ സാറും ഈ കുറ്റത്തിനൊക്കെ കൂട്ടുനിന്നല്ലോ. ഏമാനെ, ദയവ് കാണിക്കണേ. എന്റെ മോൻ ഇപ്പോഴത്തേക്കൊരു മാപ്പ് കൊടുക്കണേ. അതിന് നിങ്ങൾ ആ സ്വർണ്ണക്കട നാഗപ്പൻ നായരോട് പറയും. പോകാം. രാജു, നീ വിഷമിക്കാതെ. നിന്നെ ഇവിടെ നിന്ന് വിട്ടില്ലെങ്കിൽ നിന്റെ കൂടെ ഇവിടെ താമസിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കാണും. വാ മക്കളെ, നിങ്ങൾ വീട്ടിലോട്ട് പോയി. ഞാൻ ആ MLA അദ്ദേഹത്തിനെ ഒന്ന് കണ്ടിട്ട് വരാം. MLA സാറുണ്ടോ? ഞാനാണ് MLA സാർ. എന്തു വേണം? ഞാനിവിടെ അവിടുത്തെ അന്ത്യാഫീസിൽ ജോലി ചെയ്യുന്നവളാ. എന്താ കാര്യം? എന്റെ മോനെ പോലീസ് പിടിച്ച് ജയിലിൽ വെച്ചിരിക്കും. ആരാണ്ട് വലിയ ആളുകൾ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്തതാണ് സാറേ. ആരാ മകന്റെ പേരിൽ പരാതിപ്പെട്ടത്? ആ സ്വർണ്ണക്കട മുതലാളി നാഗപ്പൻ നായർ. ഓഹോ, അവരൊക്കെ ഈ നാട്ടിലെ വലിയ പ്രമാണികൾ. ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത് അത്ര ശരിയല്ല. മകനെ ജയിലിൽ നിന്ന് വിടുമ്പോൾ വിളിച്ചോട്ട് പോയിക്കൊള്ളാം. നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട് സാറേ? പാവങ്ങളെ സഹായിക്കാമെന്നും പറഞ്ഞല്ലേ നിങ്ങൾ ഞങ്ങളോട് വോട്ട് വാങ്ങിച്ചത്. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണക്കാരെ വിടാൻ ഒക്കുമോ? എനിക്ക് അല്പം ധൃതിയുണ്ട്. ദൈവമേ, പാവങ്ങളോട് സ്നേഹമുള്ള ഒരുത്തനും ഈ നാട്ടിലില്ലല്ലോ. വക്കീൽ സാറേ, വിൽപത്രം എഴുതി കഴിഞ്ഞോ? എല്ലാം റെഡിയായി. ഒന്ന് വായിച്ചാട്ടെ. ഞാൻ മരിച്ച് എന്റെ സ്വത്തിനു വേണ്ടി കടിപിടി കൂടാൻ കാത്തിരിക്കുകയാണ് ഇവിടെ പലരും. വായിക്കും. ഈ വിൽപത്രത്തിന്റെ ചുരുക്കം ഞാനിവിടെ പറഞ്ഞേക്കാം. ശിവശങ്കർ പണിക്കർ മുതലാളിയുടെ ബന്ധുക്കളെന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളവർക്കെല്ലാം 5000 രൂപ വീതം. പണിക്കർ അദ്ദേഹത്തിന്റെ സഹോദരൻ ബാലരാമ പണിക്കർക്ക് ഫാക്ടറി ഉൾപ്പെടെ പാതി സ്വത്തുക്കളും. പണിക്കർ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൾ സുമതിക്കുട്ടി അമ്മയ്ക്ക് ഈ ബംഗ്ലാവും പാതി സ്വത്തുക്കളും. ആരാണ്? എന്തിനു വന്നു? എന്റെ പേര് തോമ. റോഡേ പോകുമ്പോ ഇവിടുത്തെ സ്വത്തെല്ലാം മുതലാളി ഓരോരുത്തർക്ക് വീഴ്ച കൊടുക്കുന്നതായിട്ട് കേട്ടു. എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. താൻ ഇവിടുത്തെ ബന്ധുവാണോ വീതം വാങ്ങാൻ? അല്ലേ, നാട്ടുകാരനാ. ഇന്നലെ പുളിമുട്ട് മൈതാനത്ത് വെച്ചൊരു നേതാവ് പ്രസംഗിക്കുന്നത് കേട്ടു. പണക്കാരുടെ സ്വത്തുക്കളെല്ലാം പാവപ്പെട്ടവർ വീതിച്ചു കൊടുക്കുമെന്ന്. വീതം വാങ്ങാൻ മാത്രം ആളുകളുണ്ട്, നേതാക്കന്മാരുണ്ട്. ഒരുത്തിന് ജോലി ചെയ്യാൻ വയ്യ. ഇറങ്ങി പോരാടാവും. നാഗപ്പൻ നായരെ, ആശിച്ചു വന്നവനെ നമ്മൾ നിരാശപ്പെടുത്തണ്ട. വക്കീൽ സാറേ, ഒരു 1000 രൂപ അയാൾക്കും കൊടുത്തേക്കും. അല്ല, വീതം വാങ്ങിക്കാനോടാ നീയൊക്കെ കയറി വന്നിരിക്കുന്നത്? അഹങ്കാരികൾ. ആണുങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ചോദിക്കാതെ പറയാനും കയറി വരുന്നോടാ. ഇറങ്ങി പോടാ ഇവിടെ. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ഒന്നുമില്ല. അല്ല, വീതം വാങ്ങിക്കാനോടാ നീയൊക്കെ കയറി വന്നിരിക്കുന്നത്? അഹങ്കാരികൾ. ആണുങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ചോദിക്കാതെ പറയാനും കയറി വരുന്നോടാ. ഇറങ്ങി പോടാ ഇവിടെ. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ഒന്നുമില്ല. ജയിലിൽ കിടക്കുന്ന ഞങ്ങളുടെ സഹോദരനെ വിടാൻ പറയണം. നോൺസെൻസ്. ഇത് പോലീസ് സ്റ്റേഷനല്ലേ, എന്റെ ബംഗ്ലാവാ. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ അവനെ പിടിച്ച് ജയിലിൽ അടച്ചത് നിങ്ങളെല്ലാവരും കൂടെ. തോന്നിവാസം കാണിച്ച ജയിലിലല്ല, തൂക്കുമരത്തിൽ വരെ കയറ്റും. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നവരാണ്. ഒന്നുകിൽ രാജുവിനെ ലോക്കപ്പിൽ നിന്ന് വിടാൻ പറയണം, അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ ലോക്കപ്പിന് അകത്താക്കാൻ പറയണം. അല്ല, പോലീസ് ഫോൺ ചെയ്യും. അനങ്ങിപ്പോകരുത്. രാജുവിനെ വിടാൻ പറയുന്നു, അതോ ലോക്കപ്പിൽ കയറാനുള്ള കുറ്റം ഞങ്ങൾ ചെയ്യണോ? എടാ വാസു, വേലു, എന്താടാ ഈ കാണിക്കുന്നത്? പോയില്ലടാ വീട്ടിലേക്ക്. അമ്മ പോകണം. ഇത് ഞങ്ങളുടെ സ്വന്തം കാര്യമാണ്. എടാ, വീട്ടിലേക്ക് പോകാനാ പറഞ്ഞത്. ഇക്കാര്യത്തിൽ അമ്മ ഇടപെടരുത്. നിങ്ങളുടെ അമ്മയാണ് പറയുന്നത്. ഞാൻ കഷ്ടപ്പെട്ടു പെറ്റു വളർത്തിയത് അല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ എന്റെ വാക്കനുസരിക്കണം. പോടാ പുറത്ത്. വീട്ടിൽ പോവാൻ. മുതലാളി, പിള്ളേര് കാണിച്ച വിവരക്കേടിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഓഹോ, നീയാണോ ഈ തെമ്മാടികളുടെ അമ്മ? അതെ, രാജുവിനോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണ്. മുതലാളി ദൈവത്തെ വിചാരിച്ചു രാജുവിനെ വിടാൻ പോലീസിനോട് പറയണം. ഒരിക്കലും പറയില്ല. നിന്റെ കേടുകളായ മക്കൾക്ക് ലോക്കപ്പ് മാത്രമാണ് സാർ. മുതലാളി, എന്നാ അവൻ ജയിലിൽ കിടക്കട്ടെ. മുതലാളിയുടെ മകൻ ജയിലിൽ കിടക്കട്ടെ. ലക്ഷ്മിയുടെ മകൻ
മുതലാളിയുടെ മകനോ? ലക്ഷ്മിയുടെ മകനോ? പറയൂ, ആരെന്ന് പറയൂ. ആര്? ആര്? വരൂ, അകത്ത് വരൂ. ഇരിക്കൂ, ഇരിക്കൂ. വേണ്ടായി. നിങ്ങളുടെ പേര്? കല്യാണി. കല്യാണി? എന്റെ ലക്ഷ്മിയുടെ ഒരേ ഒരു കൂട്ടുകാരി കല്യാണി. അത് നീയാണോ? അതെ മുതലാളി. ഓ, നീ ആള് വല്ലാതെ മാറിപ്പോയി. ഞങ്ങള് പട്ടിണിക്കാർ. എന്റെ പിള്ളേരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം 10-20 വർഷമായിട്ട് ഞാൻ ഒരുത്തി ജോലി ചെയ്താ വീട് പോറ്റുന്നത്. കല്യാണി, എന്റെ ലക്ഷ്മിയുടെ മരണം ആശുപത്രി റെക്കോർഡുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. പക്ഷെ എന്റെ കുഞ്ഞിനെ ആരോ അവിടെ നിന്ന് കൊണ്ടുപോയി കളഞ്ഞു. ഞാനാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോയത്. കല്യാണിയമ്മേ, അന്ന് മുതൽ അവൻ എന്റെ മകനെ പോലെ കഴിഞ്ഞു വരികയാണ്. എന്റെ മകനവിടെ? മുതലാളിയുടെ മകൻ. അവനാണ് ആ ജയിലിൽ കിടക്കുന്ന രാജു. ലോക്കപ്പിൽ കിടക്കുന്ന രാജു എന്റെ മകനോ? രാജു എന്റെ മകനോ? എന്റെ മകനോ? പോലീസ് സ്റ്റേഷൻ. ഇൻസ്പെക്ടർ ചാക്കോ പ്ലീസ്. ഗുഡ് മോർണിംഗ്. പണിക്കർ ഹിയർ. ലോക്കപ്പിൽ കിടക്കുന്ന രാജു അവനെ ഉടൻ വിട്ടയക്കണം. അവന്റെ പേരിലെ കംപ്ലൈൻസ് ഒക്കെ പിൻവലിക്കാൻ നാഗപനാരെ അയക്കുന്നുണ്ട്. ഉടൻ വിട്ടയക്കണം. താങ്ക് യു. കല്യാണിയമ്മേ, ഞാൻ സ്റ്റേഷനിലേക്ക് കാർ അയക്കാം. കല്യാണിയമ്മയും കൂടെ പോയി എന്റെ രാജുവിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും. മുതലാളി, ഈ വിവരം എന്റെ മക്കൾ ആരും അറിഞ്ഞിട്ടില്ല. വാസുവും മേലുവും രാജുവും ഇത്രയും കാലം എന്നെ പിരിയാതെ കഴിഞ്ഞവരാണ്. ഇന്നൊരു ദിവസം കൂടെ അവരെന്റെ കൂടെ കഴിഞ്ഞോട്ടെ. ഇത്രയും കാലം എന്റെ മകനെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനി ഒരു നിമിഷം പോലും സാധ്യമല്ല. വേഗം പോയി വിളിച്ചോണ്ടു കല്യാണിയമ്മേ, വേഗം. മുതലാളി, പെട്ടെന്ന് ഈ കാര്യം എന്റെ മക്കളോട് പറഞ്ഞാൽ അവര് സഹിക്കുകയില്ല മുതലാളി. അവരെ ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താനെങ്കിലും ഈ ഒരു ദിവസം മുതലാളി ക്ഷമിക്കണം. ശരി, സമ്മതിച്ചിരിക്കുന്നു. വരൂ. മതി 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 അമ്മേ. നിറച്ചുണ്ണി മക്കളെ. ഇന്ന് എന്താ അമ്മയ്ക്ക് ഇത്ര കൂടുതൽ വാത്സല്യം? നാളെ ഇതുപോലെ 3 പേരെ ഒരുമിച്ചിരുത്തി ചോറ് തരാൻ അമ്മയ്ക്ക് ഒക്കും. അതെന്താ അമ്മേ? അമ്മ ഞങ്ങളെ വിട്ട് എവിടേക്കെങ്കിലും പോകുന്നു? എന്റെ മക്കൾ ആരെങ്കിലും പോയ അമ്മേ, അടിച്ചു വന്നാലും ഞങ്ങൾ അമ്മയെ വിട്ട് പോകത്തില്ല. ലക്ഷക്കണക്കിന് സ്വത്ത് കിട്ടിയാലും പോവില്ലേ? കിട്ടിയാൽ ആ നിമിഷം ഞാൻ സ്ഥലം വിടും. എടാ ജൂഡാസേ, പണത്തിന് വേണ്ടി അമ്മയുടെ സ്നേഹം വെക്കുമെന്ന് പറയാതാ. എനിക്കറിയാം മക്കളെ. എന്നായാലും ഇതിലൊരുത്തൻ എന്നെ വിട്ടു പോകും. പോയേ ഒക്കും. പക്ഷേ അങ്ങനെ പോയാലും അമ്മയെ മറക്കല്ലേ മക്കളെ. എന്താ അമ്മ ഇത്? അമ്മ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണല്ലോ. ഞങ്ങൾ അമ്മയെ മറക്കുമെന്നു. കനകം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അമ്മയെ വിട്ടു പോകില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് പണം ഉണ്ടാകും. എന്നാലും അമ്മയുടെ സ്നേഹം പണം കൊടുത്ത് വാങ്ങിക്കാവുന്നതല്ല. അത് കേട്ടാ മതി മക്കളെ. ഓടിപ്പോകുന്നു കണ്ടല്ലോ അമ്മേ. ആ കേടിപ്പാപ്പനോ മറ്റോ ആയിരിക്കുമോ?